ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ സൂക്ഷിച്ച് നോക്കുക ആര് പറഞ്ഞിട്ടില്ലേ? 21 ദിവസം ബെഡ് റെസ്റ്റ് ആയിട്ട് കിടന്നു തോറ്റു, അല്ലെങ്കിൽ പരീക്ഷ തോറ്റില്ല, പാട്ട് ജയിച്ചു, താഴ്ത്തിയും പറയണില്ല പൊക്കിയും പറയണില്ലേ. ഷെയ്ക്കൻ്റെ ഒക്കെ തരുമ്പോൾ പൂർണ്ണ അറിവോടെ ഷെയ്ക്കൻ്റെ തരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കിട്ടേണ്ട സമയത്ത് കിട്ടും. അല്ലെങ്കിൽ അറിവില്ലായ്മ, സ്വന്തം തന്തയുടെ നല്ല റിട്ടാർഡ് നേച്ചർ, അറിവില്ലായ്മ, അതുപോലെ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിക്കണ കാര്യമില്ല. കുമ്മുട്ടി കോഹലായാലും കൂർക്കാനും ഇതന്നെ ചെയ്യണം കുഞ്ചുവാര്യർ. അറിവില്ലായ്മ, ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ പാതിരിക്കുള്ള ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആ വിഡിത്തം വിഡിത്തം ഈ ക്യാമറയുടെ മുന്നിൽ വിഡിത്തം പ്രൂഫായിട്ട് എളിഞ്ഞ് വളഞ്ഞിങ്ങനെ ഇരിക്കുക സംസാരിച്ച്. അപ്പം എല്ലാ കാര്യവും ആ കുറേ വിഡ്ഢികൾ ഈ വളഞ്ഞ മോന്തയുള്ള സ്ഥലത്ത് എന്താണ് കിട്ടാണ്ട് കൈയടിക്കുക. ഈ മോന്തകൾ കാണാൻ നാണാവില്ലേ? കള്ളും കുടിച്ച് ഗുക്കിയും കഴിച്ച് നടന്നവരാണ്. ബീഡിയും വലിച്ച് മൂക്കി ഒരു വളഞ്ഞ ഡ്രസ്സ് ഇട്ട് ഏതോ സ്ഥലത്ത് നിന്ന് എവിടുന്നോ ജനിച്ചു വന്നവർ. അവരുടെ സമയത്തിന് എവിടുന്ന് ജനിച്ച് വരണ വ്യത്യാസവും മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കുക. ഈ ഞാൻ പറഞ്ഞില്ലേ, മുഖത്ത് നോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാം, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പറഞ്ഞ് സങ്കോചിതമായ ചിന്താഗതി വിട്, ശോഷിച്ചാവസ്ഥ വിട്. ചിന്താഗതി എന്ന് പറയാൻ പറ്റില്ല, അതിനെ മനസ്സിലാവും, വികസിക്കാൻ നോക്ക്. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങളെ വിഡ്ഢികൾക്ക് സ്വയം നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സ്വയം നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എന്ത് റെസ്പെക്റ്റ് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒന്നും ധൃതിയില്ല. അപ്പോൾ അതിനനുസരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ പൂർണ്ണ അറിവോടെ സംസാരിക്കണം, അല്ലേ? പൂർണ്ണ അറിവുള്ള വിലയുള്ള സംസാരം പറയണം. ഇപ്പം ഒരു ശോഷിച്ച വാക്ക് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ തിരിച്ചത് ആ വാക്കാണോ പറയണത്? അല്ല. അപ്പോൾ ആ എപ്പോൾ സംസാരിക്കണം, എപ്പോൾ പറയണം എന്നുള്ള ഔചിത്യം ഉണ്ടാക്കും. നിങ്ങൾ ശോഷിച്ച ഒരു ലാംഗ്വേജിൻ്റെ വാക്കിന് പറയണം. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും എപ്പോൾ സംസാരിക്കണം, എപ്പം മിണ്ടണം എന്നുള്ള രീതി കാണിക്കും. അല്ലാണ്ട് അവർ കാണുന്നത് വെച്ച് ഞാൻ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ ഒരു ഫണ്ണി പേഴ്സൺ അത് പറഞ്ഞു പോലെ ഗ്രേറ്റ് പ്രിൻസ് വേൾഡ് ടു ടേക്ക് ഹാവ് അവർ പറയുന്ന രീതി എങ്ങനെയാണ് നോക്കും. പക്ഷെ നിങ്ങൾ ആൾ പറയണ ഒരു കുരുട്ട് മോന്തയുള്ള അത് നിർത്ത്. അതാണ് ശോഷിച്ച അവസ്ഥയിൽ ധൈര്യം ഇല്ലാണ്ട് പറഞ്ഞ് പോണതിന് പകരം ഓടി പോണതിൻ്റെ ആ രീതി എപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ശോഷിച്ച വാക്ക് അത് ഇങ്ങനെയുള്ളൊരു ശവമായി ചേച്ചിയർക്ക് ശവപ്പെട്ടിയിൽ കിടക്കേണ്ട ഒരു കാര്യമില്ല. അവർ ശവപ്പെട്ടിയെ നിർമ്മിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ശവമായവർക്ക് ശവപ്പെട്ടിയുടെ കാര്യം ആവശ്യമുണ്ടോ? അപ്പോൾ അവർ എന്തായാലും ഇരന്നൂട്ടി ചാവണവരാണ്. അവർ ധൈര്യമായിട്ട് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. അപ്പോൾ വേറെ കാര്യം അത് പറഞ്ഞു. അപ്പോൾ ഓരോരോ കാര്യവും ഞാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ വിവരം ഉണ്ടായിട്ട് കണ്ടു വളരുന്നത് വ്യത്യാസമുണ്ട്. സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ റെസ്പെക്റ്റോട് പറയുന്നതല്ല. തന്തയുടെ നിങ്ങളുടെ വീട്ടാരുടെ നേച്ചർ അനുകരിച്ച് നടക്കുന്നത് സ്പൂൺ ഫീഡിങ് പോലെ. അത് ധൈര്യമില്ലാത്ത അവസ്ഥയൊന്നും ജീവനില്ലാത്ത ആരാധിക്കുക. അത് മാറാൻ ശ്രമിക്കുക. അതല്ല കുരുട്ട് മോന്ത കുമ്മുട്ടി പോലത്തെ ഉള്ളൊരു കോഹലിൽ പോലത്തെ കുരുട്ട് മോന്ത അതുപടി വിഡ്ഢിത്തത്തിന് കൈയടിച്ച് ഇവിടെ അയ്യെന്ന് പറയുമ്പോൾ ഷോർക്കാൻ ചെയ്യണ വിഡ്ഢിത്തത്തിന് പ്രൂഫാക്കി വെച്ചൊക്കെയാണ്. അവർ വിഡ്ഢികളാണ്. ജീവനുള്ള ദൈവം സ്ത്രീയോ ഇല്ല, ഹ്യൂമനല്ല, മൃഗമല്ല എന്ന് പറയുമ്പോൾ മൃഗങ്ങളെയും സ്ത്രീകളെയും ഹ്യൂമൻസിനെയും ആരാധിച്ച് ജീവനില്ലാത്തതിന് വിലയില്ലാണ്ടാക്കി വെച്ചിട്ട് സാക്രിഫൈസിനെ പാതിരികളുടെ ആവശ്യമില്ല. പാതിരികൾ വിഡ്ഢികൾ പറയണത് കേട്ട് വിഡ്ഢികൾ പറയില്ല. ശോഷിച്ച വാക്കുകൾ അല്ലാണ് പറഞ്ഞത്. പൂർണ്ണ അറിവില്ലാത്തവരാണ് അവർ. പൂർണ്ണ അറിവില്ലാത്തവർ ജയിക്കുമോ? അത് ധൈര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയും, ശോഷിച്ച അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢികൾക്ക് ബോധിപ്പിക്കേണ്ട സമയം വരുമ്പോൾ അതിന് ആവശ്യമില്ലെന്ന് കാര്യമില്ല, ആവശ്യം തോന്നുന്ന കാര്യമില്ല. അപ്പോൾ പറഞ്ഞു